ഹായ്, എൻ്റെ പേര് സ്വപ്ന. ഇതെൻ്റെ മോൻ ജുവാൻ. അവനെയാണ് ആദ്യമേ ഇവിടെ ക്ലാസ്സിൽ ചേർക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ് ഞാൻ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് എനിക്കും ചേർന്നുകൂടാ. ബ്യൂട്ടി കോൺഷ്യസിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കിയപ്പോൾ ബോഡി ഫിറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പല ഒക്കേഷനിലും പോകാൻ പറ്റുന്നില്ല. പിന്നെന്താ പല ഡ്രസ്സുകളും നമുക്ക് ചേരുന്നില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ബോഡി ഫിറ്റ് ആകണമെന്ന് തോന്നി. അങ്ങനെ അതാണ് രണ്ടാമത്തെ ഒരു ആഗ്രഹം, ഒരു കാരണം ഞാൻ ഇതിലോട്ട് വരാൻ. മൂന്നാമത് സാറിട്ട പോലെ മോം ടു മാർഷ്യൽ ആർട്ടിസ്റ്റ്, അത് എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പം എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ജീവിതത്തിലൊരു വ്യത്യസ്തമായ രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരാഗ്രഹം. ഈ 3 കാരണമാണ്. മോൻ വന്നു, പിന്നെ ഞാൻ വന്നു, അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ചെറിയ കുട്ടീനെയും ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ ലോകത്ത് സെൽഫ് ഡിഫെൻസ് ആ ഒരു അത്യാവശ്യമുള്ള കാര്യമാണെന്ന് തോന്നി. കാരണം പലപ്പോഴും പല ഇൻസിഡൻസ് ഒക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മോനെ ഫസ്റ്റ് ചേർക്കുന്നത് തന്നെ. രാത്രിയിലൊക്കെ വെളിയിൽ ഇറങ്ങാൻ പേടിയുള്ള കൂട്ടത്തിലാണ് ഞാനൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ഇല്ലാത്തതിൻ്റെ കാരണം എൻ്റെ ബോഡി ഫിറ്റ് അല്ല, എന്ന് വെച്ചാൽ കാലിന് ബലമില്ല. അപ്പം എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം നമുക്ക് പേടി, നമ്മളെ കൊണ്ട് അവരെ താങ്ങാൻ കഴിയുമോ, ഒന്ന് വീണാൽ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അവനെയും എല്ലാത്തിനും പിൻവലിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ഞാൻ ഹൈലി അപ്രീഷിയേറ്റഡ് ആയിട്ട് കണ്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ സമയം കൊടുക്കുന്നു, ഓരോരുത്തരെയും പ്രത്യേകം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. സോ താങ്ക് യു ഡ്രാഗൺ വേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയതിൽ പ്രത്യേകിച്ച് മാഷിനോടും നന്ദി പറയുന്നു.